അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ തൗബ ചെയ്യുന്ന ആളുകളാണ് അല്ലേ? തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാലോ തൗബയെക്കുറിച്ച് പോലും ആഗ്രഹിക്കാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ പോലും നമുക്കിടയിലുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ അല്ലേ? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യങ്ങളും ചെയ്യണം തൗബ. സാധാരണ റമദാൻ മാസങ്ങളിലൊക്കെ പള്ളിയിൽ നിന്ന് അവസാനത്തെ രാവുകളിൽ ചെയ്യാറുണ്ട് തൗബയൊക്കെ. അപ്പോൾ നമ്മൾ തൗബ ചെയ്യും എന്നുള്ളത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഏത് സ്വപ്നം കണ്ടാലായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ വരിക എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കൊലപാതകം സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? കൊലപാതകം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ടാവും കേട്ടോ. ഉദാഹരണത്തിന് നമ്മളെ വേറൊരാൾ കൊല്ലുക, അത് കൊലപാതകമാണല്ലോ, സ്വപ്നത്തിൽ കാണും. അല്ലെങ്കിൽ നാം മറ്റൊരാളെ കൊല്ലുക, അത് വേറെ രീതിയിലുള്ള കൊലപാതകമാണ്. നമ്മളെ കൊല്ലുന്നതും മറ്റൊരാളെ കൊല്ലുന്നതും. അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മളെ കൊല്ലുക, ആത്മഹത്യ ചെയ്യുക, കത്തിയെടുത്ത് നരമ്പ് മുറിക്കുക, അതും ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ മഹാനായ ഇബ്നു സിരീൻ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 175 പേജിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരാളെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ വലിയൊരു തെറ്റ് ചെയ്യും എന്നാണ്. അവന് വലിയൊരു തെറ്റ് ചെയ്യും. വേറെ വ്യാഖ്യാനങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മറ്റൊരു വ്യാഖ്യാനം, നമുക്കൊരു പ്രയാസമുണ്ട്, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, ബുദ്ധിമുട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. പിന്നെ പറയുന്നത്, നമ്മളെ കൊല്ലുന്നത് സ്വപ്നം കണ്ടാൽ, നമ്മളെ കൊല്ലുന്നതാണ് സ്വപ്നം കാണുന്നത് കേട്ടോ. അങ്ങനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ തൗബ ചെയ്യും എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗബ ചെയ്യാനുള്ള ഭാഗ്യം, തൗഫീഖ് നൽകട്ടെ. ആഗ്രഹം മനസ്സിലിട്ട് തരണം, എന്നാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നടത്തി തരട്ടെ. നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.